ഹലോ, ജിജ്മസ് കിച്ചൺ ട്രിക്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ബീഫ് ഫ്രൈ ആണ് കേട്ടോ. അതും റെസ്റ്റോറൻറ്റ് സ്റ്റൈലുള്ള നല്ല കറുത്ത നല്ല മുരിഞ്ഞ വെളിച്ചെണ്ണയിൽ മുരിച്ചെടുത്തിട്ടുള്ള ബീഫ് ഫ്രൈ ആണ്. നമുക്ക് എങ്ങനെയാണ് ജിജ്മ ഇത് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് വരാം. നമുക്ക് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്, ബേസിക് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ചെറിയുള്ളിയും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില. ഈ ചെറിയുള്ളി എന്ന് പറഞ്ഞാൽ കുറച്ചധികം തന്നെ വേണം. ഒരു 20 എണ്ണം 25 എണ്ണം വരെയൊക്കെ എടുക്കാം. അതും ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടിയിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. എന്നിട്ട് ബീഫ് നല്ലപോലെ കഴുകി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് അത് കുക്കറിലേക്കിട്ട് അതിലേക്ക് ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ കറിവേപ്പിലയും നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളിയുടെ ആ ഒരു അതിൽ നിന്ന് ഒരു പകുതി പോർഷൻ, ഇത്രയും ഐറ്റംസ് നമ്മുടെ ഈ ബീഫിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ കൈ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്യുക. ചെറിയുള്ളിയുടെ എസൻസ് ഒക്കെ അതിലേക്ക് പിടിക്കുന്ന പോലെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ലാസ്റ്റ് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ശരിക്കും ഇതിൻ്റെ അളവിൽ ഒരു 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം കേട്ടോ കുരുമുളക് പൊടി. അത് ലാസ്റ്റ് എരിവ് കുറച്ച് കുറവാണെന്ന് തോന്നുമ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് എൻ്റെ ഒരു പാകം. ഈ കറുത്ത ബീഫ് ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എപ്പോഴും കുരുമുളക് പൊടി ഇത്തിരി മുന്നോട്ട് നിൽക്കുന്നതാണ് നല്ലത്. ഇത് കുമരകത്ത് നമ്മളൊരു 1 ഡേ പോയ സമയത്ത് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. ഒരു റിസോർട്ട്, നല്ല ഭംഗിയുള്ള ഒരു റിസോർട്ടായിരുന്നു. അങ്ങനെ നമുക്ക് കുക്കറിൽ ഒരു 4-5 വിസിൽ വരുത്താം. ബീഫിൻ്റെ ഒരു വേവ് അനുസരിച്ചിട്ടാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം ഇങ്ങനെ ഒരു ബീഫ് ഫ്രൈയിലേക്ക് വേണ്ടിയിട്ടുള്ള വേവാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 4-5 വിസിൽ മതിയാവും. ഇനി നമുക്ക് അതിൻ്റെ വിസിൽ വന്ന് അതൊന്ന് പ്രഷർ പോകാൻ വേണ്ടി ഇരിക്കുന്ന സമയം നമുക്ക് ഇതിലേക്കുള്ള വറവ് പോലെ പ്രിപ്പയർ ചെയ്യാവുന്നതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ വെച്ചിട്ട് അതിലേക്ക് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുക. നാടൻ വെളിച്ചെണ്ണയിൽ വേണം ഇത് പ്രിപ്പയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതിലേക്ക് ഇതുപോലെ വറ്റൽ മുളക് ഇതുപോലെ നടുവിൽ കീറിയിട്ട് ഒരു 4 എണ്ണം ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക.
പിന്നെ വേണ്ടത് തേങ്ങാക്കൊത്താണ് കേട്ടോ. തേങ്ങാക്കൊത്ത് കുറച്ചധികം ചേർത്ത് കഴിഞ്ഞാൽ കടിക്കാൻ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വറുത്ത് വരുന്നവരെ. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഒരു പകുതി പോർഷൻ, അതോടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതും ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള, അതായത് ഇപ്പോൾ ഈ ഒരു മിക്സിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മുടെ ബീഫിലേക്കുള്ള ഉപ്പ് ഓൾറെഡി നമ്മൾ ബീഫിലിട്ടിട്ടുണ്ട്. ഇത് ഈ ഒരു തേങ്ങാക്കൊത്തും നമ്മുടെ ഈ ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ ഒരു ഇതിലേക്കൊക്കെ പാകത്തിനുള്ള ഉപ്പ് മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് 2 ടേബിൾ സ്പൂൺ ഫുള്ളായിട്ടും മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി, ഇത് രണ്ടും കൂടിയിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. മല്ലിപ്പൊടി ഇടുമ്പോൾ കുറയണ്ട, കാര്യം മല്ലിപ്പൊടി കുറഞ്ഞു പോയാൽ നമ്മുടെ നമ്മൾ പ്രിഫർ ചെയ്യുന്ന ഒരു കളറ് നമുക്ക് കിട്ടില്ല. ഇനി ഇതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ബീഫ് വേവിച്ച് കഴിയുമ്പോൾ എന്തായാലും അതിൽ വെള്ളം ഉണ്ടാവും. അപ്പോൾ അതിനെ ഒന്ന് വറ്റിച്ചെടുത്തിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് ചേർത്തി ആ മിക്സായിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴണ്ട് വരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ കളറ് മാറി മാറി വരും. ഇതിലേക്ക് നമ്മൾ കുറച്ച് നല്ല ജീരകത്തിൻ്റെ പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല ജീരകത്തിൻ്റെ പൊടിയും കുരുമുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ചേരുമ്പോഴാണ് നമുക്ക് ആ ഒരു കറുത്ത കളറിലേക്ക് ആയി കിട്ടുന്നത്. പിന്നെ ഒരിക്കൽ ജൂജുമ ഉണ്ടാക്കിയ സമയത്ത് ഇതിലേക്ക് സോയാ സോസ് കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും മിക്ക റെസ്റ്റോറൻറ്റ്സിലും ഇതുപോലെ ബീഫ് ഫ്രൈ ഉണ്ടാക്കുമ്പോൾ സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ വേറൊരു ഫ്ലേവറാണ്. പക്ഷേ ഇങ്ങനെ ഇപ്പോൾ ഉണ്ടാക്കിയപ്പോൾ അത് ആഡ് ചെയ്തില്ല. എന്നാലും ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലും കൂടി ട്രൈ ചെയ്യാം. കുറച്ച് കൂടുതൽ ഒഴിക്കാൻ പാടില്ല. മാക്സിമം പോയാൽ 1 ടേബിൾ സ്പൂൺ മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ സോയാ സോസ്. അത് കൂടി പോകാൻ പാടില്ല. അതുപോലെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ച് കൊടുക്കാം. അപ്പോഴും ചെറിയൊരു പുളി നിങ്ങൾ പ്രിഫർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിതിൽ വേറെ പുളിക്ക് വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മാത്രം ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കാം. കണ്ടോ, അത് റെഡിയായി വരുന്തോറും അതിൻ്റെ കളറിങ്ങനെ മാറി മാറി നല്ല കറുത്ത കളറിലേക്ക് ആയി വരുന്നുണ്ട്. അങ്ങനെ ഫൈനലി നമ്മുടെ ബീഫ് ഫ്രൈൻ്റെ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. കണ്ടോ, നല്ല ഡാർക്ക് ഷെയ്ഡിൽ കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം മുറുന്ന ടൈപ്പ് ബീഫ് ഫ്രൈ അല്ലേ. പിന്നെ ഓഫ് കോഴ്സ് നമുക്കിതിൻ്റെ കൂടെ കോമ്പിനേഷൻ പൊറോട്ടയാണ്. ഞങ്ങൾ പൊറോട്ടയായിരുന്നു ഇതിൻ്റെ കൂടെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതെപ്പോഴും ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ അധികവും പൊറോട്ട തന്നെയാണ്. അല്ലെങ്കിൽ പിന്നെ പ്രിഫർ ചെയ്യുന്നത് പത്തിരിയാണ്. പത്തിരിയിൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അതിൻ്റെ കൂടെ ഈ ബീഫ് ഫ്രൈ നല്ല കോമ്പിനേഷനാണ്. ഗീ റൈസിൻ്റെ കൂടെ പിന്നെ പറയാനില്ല, അടിപൊളി കോമ്പിനേഷനാണ്. കുറച്ച് പരിപ്പ് കറിയും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഉഷാറാണ്. ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം. കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബീഫ് ഫ്രൈ ഇഷ്ടമില്ലാത്ത, അതും ഇതേപോലത്തെ ബീഫ് ഫ്രൈ ഇഷ്ടമല്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുമെന്ന് എനിക്കറിയാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയൂ. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം. അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. ബൈ.